തെരഞ്ഞെടുപ്പ് പാരഡി ഗാനങ്ങളിൽ ഇത്തവണത്തെ ഹിറ്റുകളായി മാറുകയാണ് ബീഫ് നിരോധനവും തെരുവ് നായ ശല്യവുമൊക്കെ. ഗാനങ്ങൾക്ക് ആവശ്യക്കാരേറിയതോടെ റെക്കോർഡിംഗ് സ്റ്റുഡിയോകൾക്കും ഇത് ഉത്സവകാലമാണ്. കൂടെ നിന്നിട്ട് എല്ലാവരും ഓരോരോ പാരകളങ്ങോട്ട് പണിയും. എന്നിട്ട് ഒരു പ്രശ്നം വരുന്ന സമയത്ത് അത് എന്റെ മാത്രം കുറ്റം, സത്യം മടുത്തു. എതിരാളികൾക്ക് രണ്ട് കൊട്ട് കൊടുക്കുന്ന പാരഡി ഗാനങ്ങൾ തേടിയാണ് ഓരോ പാർട്ടിക്കാരുടെയും വരവ്. എന്റെ ബീഫൊന്നും വാങ്ങി അറിയാതെ കറി വെക്കല്ലേ, അത് BJP കാരങ്ങനു മറിഞ്ഞങ്ങ് പോയാല് തല്ലിക്കൊന്ന് കുഴിച്ചു മൂടും. ബീഫ് വിവാദം BJPക്കുള്ള കൊട്ടാകുമ്പോൾ സോളാറും ബാർക്കോഴയും എല്ലാം UDFനുള്ള അടിയും. എന്റെ ബീഫ്, എന്റെ ബീഫൊന്നും വാങ്ങി അറിയാതെ കറി വെക്കല്ലേ, അത് BJP കാരങ്ങനു മറിഞ്ഞങ്ങ് പോയാല് തല്ലിക്കൊന്ന് കുഴിച്ചു മൂടും. അങ്ങനെ മക്കാനിയിലെ ചൂടൻ ചർച്ചകളെല്ലാം പാരഡി ഗാനങ്ങളിലെ താരങ്ങളായി മാറുമ്പോൾ റെക്കോർഡിംഗ് സ്റ്റുഡിയോകൾക്കും കൊയ്ത്ത്. പ്രാദേശികമായിട്ട് കൊണ്ടുവരുന്ന ആളുകൾ അവരുടെ നാട്ടിലുള്ള എന്തെങ്കിലും പ്രാദേശിക പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ കുടിവെള്ളമില്ലാത്തത്, അല്ലെങ്കിൽ കഴിഞ്ഞ 5 വർഷത്തെ ഭരണത്തിൽ നടക്കാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ നേട്ടങ്ങൾ, അങ്ങനത്തെ സാധനങ്ങളാണ്, അങ്ങനത്തെ മാറ്ററുകളാണ് അവർ കൊണ്ടുതരിക. ഒരു പാട്ടിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർ കൊണ്ടുവരിക അങ്ങനത്തെ വിഷയങ്ങളാണ്. നമ്മളെന്ത് ചെയ്യുന്നു വെച്ചാൽ ചില പാട്ടുകൾ എടുത്തിട്ട് കോമൺ ആയിട്ട്, ഇപ്പോൾ LDFന് കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ, അല്ലെങ്കിൽ UDFന് കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ചില പാട്ടുകൾ എഴുതി തയ്യാറാക്കിയിട്ട് കൊടുക്കും. അത് എല്ലാ ഏരിയയിലേക്കുള്ള ആളുകൾ വന്നിട്ട് വാങ്ങിപ്പോവുകയും ചെയ്യും. പതിവ് പോലെ ആനുകാലിക വിഷയങ്ങളിലുള്ള ഗാനങ്ങളാണ് തിരഞ്ഞെടുപ്പ് ഗോതയിലെ ഇത്തവണത്തെയും ഹിറ്റ്. ശാന്തമായ രാത്രിയിൽ വീട്ടിൽ നിന്നിറങ്ങിയാൽ നായയാ, മൊത്തം നായയാ. റിപ്പോർട്ടർ കോഴിക്കോട്.